ഹലോടെ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. അതെ, തമിഴിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വിസ് മത്സരങ്ങളിൽ ആവർത്തിച്ചു വരുന്ന കുറേയധികം ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് രണ്ട് ടോപ്പിക്സ് ആണ് ഏറ്റെടുക്കുന്നത്. ടോപ്പിക് നമ്പർ 1 പ്രധാന സംഭവങ്ങളും സമരങ്ങളുമാണ്. കീ ഇവന്റ്സ് ആൻഡ് മൂവ്മെന്റ്സ് ഇൻ ദ ഇൻഡിപെൻഡൻസ് ഡേ ഓർ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പം നോക്കാം. ഇവിടെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഓർത്ത് വയ്ക്കുക. ഉത്തരം 1928 ആണ്. 1928. ദെൻ ബംഗാൾ വിഭജിക്കുക എന്നുള്ളതിന് എതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ്? ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഓർത്തു വയ്ക്കുക, സ്വദേശി പ്രക്ഷോഭം. ദെൻ അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെയാണ്? ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കുക. മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നിന്നാണ്? ഉത്തരം സബർമതി ആശ്രമം. ഓക്കെ, എന്താണ് സബർമതി ആശ്രമം? ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. ജാലിയൻ വാലാബാഗ് അല്ലെ, നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് നഗരത്തിലാണ്? ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് നഗരത്തിലാണ്? ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഉത്തരം അമൃത്സർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ വിടുക. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓക്കെ, ഉത്തരം ഓർത്തു വയ്ക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയാണ്, അല്ലെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ സൈമൺ കമ്മീഷൻ, നമ്മൾ ഫസ്റ്റ് ചോദ്യം പരിചയപ്പെട്ടു. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രതിഷേധത്തിൽ ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട ദേശീയ നേതാവ് അല്ലെ, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഉത്തരം ലാല ലജ്പത് റായ്. ഓക്കെ, അത്തരമുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പരിചയപ്പെട്ട് വയ്ക്കാം. ദെൻ ഭഗത് സിംഗിനെയും സുഹൃത്തുക്കളെയും തൂക്കിലേറ്റിയത് ഏതു കേസുമായി ബന്ധപ്പെട്ടാണ്? ഓക്കെ, ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ലാഹോർ ഗൂഢാലോചന കേസാണ്. ഓക്കെ, ഭഗത് സിംഗിനെയും സുഹൃത്തുക്കളെയും തൂക്കിലേറ്റിയത് ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ അടുത്തത് നിരവധിയായിട്ട് നമുക്ക് വീണ്ടും 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 കേൾക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഓക്കെ, ഉത്തരം മംഗൽ പാണ്ഡെ. നിങ്ങൾ LP അടക്കമുള്ള LP UP ഒക്കെ അങ്ങനെ മോളിക്ക് വരുന്ന സമയത്ത് ഒരു ചോദ്യം ഇതായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ദെൻ തിലകൻ സ്ഥാപിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ബാലഗംഗാധര തിലകനാണ്, ഓർത്തു വയ്ക്കുക. തിലകൻ ആരംഭിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച പത്രങ്ങൾ ഉത്തരം കേസരി, മറാഠ. ഓക്കെ, ഓർത്തു വയ്ക്കുക. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? നിങ്ങൾ ഉത്തരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഉത്തരം ബോംബെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്. വ്യക്തികളും അവരുടെ സംഭാവനകളും, ഇൻഡിവിജ്വൽസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ എന്നുള്ള വലിയൊരു ടോപ്പിക്കാണ്. കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ട ഒരു ടോപ്പിക് കൂടിയാണ്. ഓക്കെ, ദെൻ നോക്കാം. സാരെ ജഹാംസെ അച്ഛ എന്ന ദേശീയ ഗാനം, സാരെ ജഹാംസെ അച്ഛ എന്നുള്ള ദേശീയ ഗാനം ദേശഭക്തി ഗാനം, സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഓർത്തു വയ്ക്കുക, ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, മുഹമ്മദ് ഇക്ബാൽ. ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുത്തശ്ശി എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും സാരെ ജഹാംസെ അച്ഛ ദേശീയ ഗാനമല്ല, ജനഗണമനയാണ് ദേശീയ ഗാനം. ദേശഭക്തി ഗാനമാണ് എന്ത്? സാരെ ജഹാംസെ അച്ഛ. അപ്പോൾ തെറ്റിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പഠിക്കുക, ഒരിക്കലും നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കരുത്. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ആസിഫ് അലി എന്ന് എഴുതരുത്, ആസഫ് അലി എന്നാണ് അവരുടെ യഥാർത്ഥ നാമം. ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രി ആരാണ്?
ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒക്കെ ഒരു വ്യക്തി തന്നെയാണ് ഇന്ദിരാഗാന്ധി. ഓക്കെ, ഓർത്തേക്ക് എന്താണ് ഇന്ദിരാഗാന്ധി. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഓക്കെ, INC. ഈ ഒരു INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ആരാണ്? വനിതാ അധ്യക്ഷ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ആനി ബസന്ത്. ഓക്കെ, ആനി ബസന്ത്. ദെൻ ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ, ഓക്കെ, ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ. ഈ ഒരു ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ച വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ദെൻ അഹിംസ. ഹിംസ എന്നുള്ളതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഡാണ് അഹിംസ. ഈ അഹിംസ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ നേതാവ് ആരാണ്? നമുക്കറിയാം, മഹാത്മാഗാന്ധി എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് അഹിംസ. ഹിംസ ചെയ്യരുത്. ഓക്കെ, ദെൻ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലാൽ പാൽ ബാൽ, അല്ലേ? പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ലാൽ പാൽ ബാൽ ആരൊക്കെയാണ്? ഒന്ന് ആരാണ്? ലാല ലജ്പത് റായ്, ദെൻ ബിപിൻ ചന്ദ്രപാൽ. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് ബാലഗംഗാധര തിലകൻ. ലാല ലജ്പത് റായ് ലാലാണ്, ബിപിൻ ചന്ദ്രപാൽ പാലാണ്, ബാലഗംഗാധര തിലകൻ എന്താണ്? ബാൽ എന്നും അറിയപ്പെടുന്നു. ദെൻ ഇങ്ങനെ ഗാന്ധിജിക്ക് മഹാത്മ എന്ന പേര് നൽകിയത് ആരാണ്? ഗാന്ധിജിക്ക് മഹാത്മ എന്നുള്ള പേര്, ആ ഒരു വിളിപ്പേര് നൽകിയത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഓർത്തു വയ്ക്കാം. അടുത്ത ഒരു ചോദ്യമാണ് വജ്രായുധം. വജ്രായുധം എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ പേരാണ്. ഓർത്തു വയ്ക്കുക, പത്രത്തിൻ്റെ പേരാണ്. ഈ വജ്രായുധം എന്ന പത്രം, ഓക്കെ, വജ്രായുധം എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? നമ്മൾ നിരവധിയായ ചോദ്യങ്ങളിൽ പരിചയപ്പെട്ട ധീരനായ രക്തസാക്ഷിയായ ഭഗത് സിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യത്തെ ചോദ്യം നമ്മൾ മുതലിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അതൊന്നും മറന്നു പോകരുത്. ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി ചിത്രീകരിക്കപ്പെട്ട വിദേശ വനിത. ഓർത്തൊക്കെ എന്താണ്? വിദേശ വനിത ആരാണ്? ആരാണ് ആ വിദേശ വനിത? ഉത്തരം ആനി ബസന്ത്. മറ്റൊരു ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. 2 പാർട്ടിൽ നിന്നുള്ള 2 വ്യത്യസ്തമായ വിഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.